പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ഡയറി കുറിപ്പാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇതുവരെ കവിത പഠിച്ചു, കഹാനി പഠിച്ചു, പിന്നെന്താണ് പത്ര പഠിച്ചു അല്ലേ, പിന്നെ ഏകാംഗി പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡയറിയാണ്. അപ്പോൾ ഈ ഡയറിയിൽ എന്താണ് ഡോക്ടർ രമണി അട്കുരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കുറിച്ചിട്ടുള്ള, ആ ഡോക്ടറുടെ സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഡയറി കുറിപ്പാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ 5 യൂണിറ്റാണ് ഉള്ളത്. ഓരോ യൂണിറ്റിലെയും 3ാമത്തെ ചാപ്റ്റർ, ഓരോ യൂണിറ്റിലെയും ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ അതിരിക്ത് വാചനാണ്, അതായത് ജസ്റ്റ് ഫോർ റീഡിങ്, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. അതുകൊണ്ട് ആ പാഠത്തിലെ ക്ലാസ്സുകളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകളൊക്കെ മുന്നേ കണ്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്നതൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടിയിട്ടൊന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ലേഖികയെ ഒന്ന് പരിചയപ്പെടാം. ഇതൊരു ഡയറി കുറിപ്പാണെന്ന് പറഞ്ഞു. ഇതൊരു ഡോക്ടറുടെ ഡയറി കുറിപ്പാണ്. ഡോക്ടർ രമണി അട്കുരി കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫിസിഷ്യനാണ്. സാമൂഹിക ആരോഗ്യ ചികിത്സയിൽ ബിരുദാനന്ദ ബിരുദം നേടിയിട്ടുണ്ട്. അതുപോലെ ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ആദിവാസികൾക്കിടയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ തന്നെ നഴ്സുമാർക്കുമൊക്കെ ഇവർ പരിശീലനവും നൽകുന്നുണ്ട്. അപ്പോൾ രമണി അട്കുരിയെ കുറിച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും വായിച്ചു നോക്കുക. ബാത്ത് ഉസ് മംഗൾവാർക്കി, ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം, മംഗൾവാർ ചൊവ്വാഴ്ച, ഒരു ചൊവ്വാഴ്ചയിലെ കാര്യങ്ങൾ. ഡോക്ടർ രമണി അട്കുരിയുടെ ഡയറിയുടെ ഒരു അംശമാണ് ഇത്. ഏതു വിധേനയും പണം സമ്പാദിക്കാൻ നെട്ടോട്ടമോടുന്ന, മനുഷ്യത്വം നഷ്ടപ്പെട്ട ഇന്നത്തെ സമൂഹത്തിൽ നിന്നും വേറിട്ടു നിൽക്കുന്നതാണ് നമ്മുടെ ലേഖികയുടെ ജീവിതം. അപ്പോൾ എന്താണ് ലേഖിക പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആജ് മംഗൾവാർ ഹേ, ഇന്നൊരു ചൊവ്വാഴ്ചയാണ്. ഔർ മേം അജാൻ കമാർ അഭയാരണ്യ മേം ഛത്തീസ്ഗഡ് മേം ബസേ ബ്രാഹ്മണി ഗാവ് മേം ഹും. ഏത് ഗ്രാമത്തിലാണ്? ഛത്തീസ്ഗഡിലെ ഒരു അഭയാരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഹ്മണി ഗാവ്, വനപ്രദേശത്തുള്ള വനമേഖലയിലുള്ള ഒരു ബ്രാഹ്മണി എന്ന ഗ്രാമത്തിലായിരുന്നു ഞാൻ. അപ്പനി 5 സാത്തിയോം കെ സാത്ത്, തൻ്റെ 5 സുഹൃത്തുക്കളുടെ കൂടെ 65 കിലോമീറ്റർ ചൽക്കർ മേ യഹാം പഹൂഞ്ചിഹും, 65 കിലോമീറ്റർ താണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. പഹൂഞ്ചിഹും എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നത്. യഹാം ഹം ഹഫ്തേമേ ഏക് ദിൻ ക്ലിനിക്ക് ചലാത്തേ ഹേ, ഇവിടെ ഞങ്ങൾ ഹഫ്തേമേ ആഴ്ചയിൽ ഏക് ക്ലിനിക്ക് ചലാത്തേ ഹേ, ഒരു ക്ലിനിക്ക് ഞങ്ങൾ നടത്തുന്നുണ്ട്. ചലാത്തേ ഹേ നടത്തിക്കൊണ്ടു പോവുക. अजान कमार के सुंदर घने जंगलों से गुजरते हुए कई झरने नाले पार करके हम यहाँ पहुँचे. അജാൻ കമാർ എന്ന ആ സുന്ദരമായിട്ടുള്ള ഘനേ ജംഗലും എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന വനത്തിലൂടെ ഗുസർത്തെ കടന്നുപോയിക്കൊണ്ട്, കൈ ജർണേ നാലെ ആ ഒഴുകുന്ന അരുവിയിലൂടെ, പാർ കർക്കെ എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്ത്, അതായത് നദി ക്രോസ് ചെയ്ത്, ഹം യഹാം പഹൂഞ്ചെ ഞങ്ങളിവിടെ എത്തി. ബർസാത്ത് കാ മൗസം, ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴക്കാലമായിരുന്നു. മനിയാരി നദിമേ പൂരാ പാനി ഔർ നദി പർ പുൽ നഹി, മനിയാരി എന്ന നദിയിലെ പൂരാ പാനി നിറച്ചും വെള്ളമായിരുന്നു. ഔർ നദി പർ പുൽ നഹീം, ആ നദിയിലാണെങ്കിൽ പുൽ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ്, പാലം, അവിടെ പാലവും ഇല്ലായിരുന്നു. ഹംനെ ജീപ്പ് കോ ഇസ് പാർ ഗഡാക്കിയ, അതുകൊണ്ട് ഞങ്ങൾ ജീപ്പ് ഇവിടെ നിർത്തിയിട്ടു. അപ്പനെ രജിസ്റ്റർ ഉപകരൺ വഗേര സർക്കെ ഊപ്പർ ഉഡായെ ഔർ നദി പാർക്കി, എന്നിട്ട് എന്ത് ചെയ്തു, അപ്പുറത്തേക്ക് വണ്ടി പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ജീപ്പ് അവിടെ നിർത്തിയിട്ടിട്ട് ഞങ്ങളുടെ രജിസ്റ്ററും പിന്നെ ഡോക്ടറുടെ ഉപകരണങ്ങളും ഒക്കെ, വഗേര എന്ന് പറഞ്ഞാൽ എക്സെട്ര, അതൊക്കെ സർക്കെ ഊപ്പർ ഉഡായെ, സർ എന്ന് പറഞ്ഞാൽ സിർ, തലയുടെ മുകളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നദി പാർക്കി എന്ന് പറഞ്ഞാൽ നദി മുറിച്ച് കടന്നു. കമർ തക്ക് പാനി, കമർ എന്ന് പറഞ്ഞാൽ അരയോളം വെള്ളമായിരുന്നു. ബർസാത്തോമേ ജബ് നദി നാലെ ഊഫാൻ പർ ഹോത്തേ ഹേതു കൈ ഗാവ് ഏക് ദൂസരെ സെ
കട്ട് ജാത്തെ ഹെ. ഈ മഴക്കാലമാവുമ്പോൾ എപ്പോഴാണ് ഈ നദിയും അതുപോലെ ഈ അരുവിയും ഊഫാൻ പർ ഹോത്തെ ഹെ, രണ്ടും ഒരുമിച്ച് കഴിഞ്ഞാൽ, ഭയങ്കര മഴയായി കഴിഞ്ഞാൽ കൈ ഗാവ് ഏക്ക് ദൂസരെ സെ കട്ട് ജാത്തെ ഹെ, ഈ ഗ്രാമങ്ങളൊക്കെ മറ്റു ഗ്രാമങ്ങളുമായിട്ട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. നദി പാർ കർണേ കെ ബാദ് 3 കിലോമീറ്റർ ഔർ ചലന പട. നദി ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും 3 കിലോമീറ്റർ നടന്നു പോവേണ്ടതായിട്ടുണ്ട്. ജബ് തക്ക് ഹം ക്ലിനിക് പഹൂഞ്ചെ പസീനെ പസീനെ ഹോ ഗയെ. അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും പസീനെ ആകെ ഞങ്ങൾ വിയർത്തു കുളിച്ചിരുന്നു. പസീന എന്ന് പറഞ്ഞാൽ വിയർപ്പ്. 11:30 बजे जब हम क्लिनिक पहुँचे तो अच्छी घासी भीड़ हमारा इंतज़ार कर रही थी. അതായത് 11:30 മണിക്ക് ഞങ്ങൾ ക്ലിനിക്കിലെത്തിയപ്പോഴേക്കും ഒരു ആൾക്കൂട്ടം തന്നെ അവരെയും പ്രതീക്ഷിച്ച് നിൽപ്പുണ്ടായിരുന്നു. യഹാം കൈ ഗാവോം സെ ലോഗ് ആത്തെ ഹെ. ഇവിടേക്ക് പല ഗ്രാമത്തിൽ നിന്നുമുള്ള ആളുകൾ, സമീപ പ്രദേശത്തു നിന്നുള്ള ആളുകൾ വരെ ഇവിടേക്ക് ചികിത്സയ്ക്കായിട്ട് വരാറുണ്ട്. അഭയാരണ്യക്ക് അന്തർ ഔർ ബാഹർ ദോനോം ജഗഹോം സെ. അഭയാരണ്യ എന്ന ഗ്രാമത്തിൻ്റെ ഉള്ളിലും അതുപോലെ പുറമേ നിന്നുമുള്ള ഒരുപാട് ആളുകൾ വരാറുണ്ട്. അതായത് ഈ ഡോക്ടർ ആഴ്ചയിൽ ഒരിക്കൽ അവിടെ ക്ലിനിക്ക് നടത്തുന്നത് കൊണ്ട് അന്നത്തെ ദിവസം അവിടെ വളരെ തിരക്കാണ്. ഒരുപാട് രോഗികൾ ഡോക്ടറെ കാണാൻ വരാറുണ്ട്. 5 ബജെ തക്ക് തേസ് ബാരിഷ് ശുരു ഹോ ഗയി. 5 മണി വരെ ശക്തമായ മഴ പെയ്തു. തേസ് ബാരിഷ് എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ടുള്ള മഴ പെയ്തു. ഔർ അബീബി കുച്ച് മരീസ് ദേക്കിനെ ബാക്കി ഹെ. ഇനിയും കുറച്ച് ഇനിയും കുച്ച് മരീസ് എന്ന് പറഞ്ഞാൽ രോഗികളെ ദേക്കിനെ ബാക്കി ഹെ, കുറച്ചുകൂടി പേഷ്യൻസിനെ നോക്കാനുണ്ട്. ആജ് ഹംനെ 70 മരീസ് ദേക്കെ. ഇന്ന് ഞങ്ങൾ 70 രോഗികളെ നോക്കി. അബ് തക്ക് അന്തേരെ ബഹുത്ത് ഗഹരാ ഗയാ ഹെ. ഇപ്പോൾ ഇരുട്ട് ഭയങ്കരമായിട്ട് കൂടി. ഔർ ബാരിഷ് ബി മൂസൽദാർ ഹെ. മഴയാണെങ്കിലോ വളരെ കഠിനമായിട്ട് ശക്തിയായിട്ട് മഴയും പെയ്തു. മൂസൽദാർ എന്ന് പറഞ്ഞാൽ ശക്തിയായി. ഹം അപ്പനി ജീപ്പ് തക് തോ നെഹീം പഹുഞ്ച് പായേഗെ. അതുകൊണ്ട് ഞങ്ങളുടെ ജീപ്പിന് അടുത്തെത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ജീപ്പിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. രാത്രി യഹി രുക്കന പടേക. അതുകൊണ്ട് രാത്രി ഇവിടെ തന്നെ താമസിക്കേണ്ടതായിട്ട് വന്നു. ഹം ചൂൽഹെ കെ പാസ് ബൈഠ്കർ ഗർമ ദാൽ ചാവൽ ഔർ സാഗ് കാ ഭോജൻ കർത്തെ ഹെ. ഞങ്ങൾ എന്ത് ചെയ്തു? ചൂൽഹെ കെ പാസ് ബൈഠ്കർ. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ അടുത്തിരുന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഗരം ദാൽ ചാവൽ, നല്ല ചൂടുള്ള പരിപ്പും ചോറും, ഔർ സാഗ് കാ ഭോജൻ നല്ല ചൂടുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി. അടുത്തത് ഗരം ഭോജൻ കിത്തന സ്വാദിഷ്ട ലഗാ രഹാ ഹെ. ചൂടുള്ള ഭക്ഷണം വളരെ സ്വാദിഷ്ടമായിട്ട് ഞങ്ങൾക്ക് തോന്നി. दिन भर की मेहनत और बरसात की हल्की ठंडक में तो यह और भी स्वादिष्ट हो गया. ദിവസവുമുള്ള ആ കഠിനാധ്വാനവും പിന്നെ മഴയുടെ തണുപ്പും മൂലം ഭക്ഷണം വളരെ ചൂടുള്ളതായിട്ട് അവർക്ക് തോന്നി. मेरे काम का एक बड़ा हिस्सा इन बेचारों की स्थिति को समझना है. ലേഖിക തൻ്റെ സമയത്തിൻ്റെ വലിയൊരു പങ്ക് അവിടുത്തെ പാവങ്ങളുടെ, ബേച്ചാര എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് ചെലവഴിക്കുന്നു. കൈ മരീസോം കോ ഇഞ്ചക്ഷൻ പർ ബഡാ വിശ്വാസ് ഹോത്താ ഹെ. ഒരുപാട് രോഗികൾക്ക് ഇഞ്ചക്ഷനിലാണ് കൂടുതൽ വിശ്വാസം. ഇത്നാ കി അഗർ കേവൽ ഗോളിയാം ദി ജായെ തോ ഉനെ ലഗ്താ ഹി നഹീം കി ഉൻകാ ഇലാജ് ഹോ രഹാ ഹെ. അവരുടെ വിചാരം കേവലം ഗോലി എന്ന് പറഞ്ഞാൽ ഗുളിക, ടാബ്ലറ്റ്സ്, കേവലം ഗുളിക കഴിച്ചുകൊണ്ട് അസുഖം മാറില്ല എന്നാണ് അവരുടെ ഒരു വിചാരം. തോ ഉനെ സംജാന പടുത്താ ഹെ. അതുകൊണ്ട് അവരെ മനസ്സിലാക്കേണ്ടതായിട്ട് വന്നു. കി ജ്യാദാതർ ഇഞ്ചക്ഷൻ മഹംഗെ തോ ഹോത്തെ ഹി ഹെ ഔർ ഗൈർ സെറൂരി ബി ഹോത്തെ ഹെ. അതായത് ഈ ഒരുപാട് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് വളരെ കൊണ്ട് മാത്രം അസുഖം മാറുകയില്ലെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് കൂടുതൽ കുത്തിവെപ്പ് അനാവശ്യമാണെന്ന്, മഹംഗെ എന്ന് പറഞ്ഞാൽ അനാവശ്യമാണെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതായിട്ടും വന്നു. ആജിക്കെ സമാനെ, കണ്ടോ നമ്മൾ ചിത്രത്തിൽ തന്നെ കാണാം, ആദിവാസി ജനങ്ങളെ കാണുന്നില്ലേ?
അങ്ങനെയുള്ള ആദിവാസി ആളുകളുടെ അടുത്തേക്കാണ് നമ്മുടെ ഈ രമണി അട്കുരി എന്ന ഡോക്ടറും സുഹൃത്തുക്കളും കൂടി പോയിട്ട് അവരേനൊക്കെ ചികിത്സിക്കുന്നത്. എങ്ങനെയുള്ളതായിരുന്നു? എന്താണ്, ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് അവർ ഇരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ക്ലിനിക്കോ ഒന്നുമില്ല. അത്രയും സാധാരണമായിട്ടുള്ള ഒരു സ്ഥലത്താണ്, ഒരു കാട്ടിലാണ് ഇവർ ചികിത്സിക്കുന്നത്. आज के ज़माने में कई लोग सोचेंगे कि एक डॉक्टर का यह सब काम तो नहीं, അതായത് ആജ് കെ സമാനമേ, ഇന്നത്തെ കാലത്ത് കൈ ലോഗ് കുറേ പേര് സോച്ചെങ്കെ വിചാരിക്കും, ഏക്ക് ഡോക്ടർ കാ യഹ് സബ് കാം തോ നഹീം, ഇതൊന്നും ഒരു ഡോക്ടറുടെ ജോലിയല്ല എന്നൊക്കെ അവർ പറയും. ഗനെ ജംഗലോം കെ ബീച്ച് സഫർ കർണ, എന്തൊക്കെയാണ്? കൊടുങ്കാട്ടിലൂടെ സഫർ കർണ, യാത്ര ചെയ്യുക. പൈതൽ നദി പാർക്കർ ഗരീബ് ലോകം ക ഇലാജ് കർണ, നടന്നിട്ട് നദിയൊക്കെ കടക്കുകയും ദരിദ്രരായ ആളുകളെ ചികിത്സിക്കുന്നതുമൊക്കെ. ഐസേ ലോകോം കാ തോ ഫീസ് ബി നഹീം ദേ സക്തേ, ഇതുപോലെയുള്ള ആളുകളിൽ നിന്ന് ഫീസ് പോലും വാങ്ങുന്നില്ല. ബിനാ ലൈറ്റ് പങ്കെ കെ ബീച്ച് जंगल में एक कच्ची झोंपड़ी में मरीजों को देखना. ബിന ലൈറ്റ് പങ്കെ എന്ന് പറഞ്ഞാൽ ലൈറ്റും ഫാനും ഒന്നും ഇല്ലാണ്ട് ജംഗിൾമേ, കാട്ടിലെ ഏക്ക് കച്ചി ജോംപടിയുമേ, ഒരു ചെറിയ കുടിലിനുള്ളിലെ മരീസോംകോ ദേക്കിന, രോഗികളെ കാണുക. സെമീൻ പർ സോന, നിലത്ത് കിടന്നുറങ്ങുക. ക്യാ യേ സബ് ഏക്ക് പഠാ ലിഖ ഡോക്ടർ കർത്താ ഹേ, എന്താണ് ഇതൊക്കെ ഒരു പഠിച്ച ഡോക്ടർ ചെയ്യുന്ന കാര്യമാണോ എന്നിങ്ങനെയൊക്കെ ഡോക്ടറോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. മുജ്സെ കൈ ലോഗ് പൂച്ചത്തെ ഹേ കി ഷഹർ മേ മേരാ ക്ലിനിക്ക് കഹാം ഹേ, അതുപോലെ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് പട്ടണത്തിൽ എൻ്റെ ക്ലിനിക്ക് എവിടെയാണെന്ന്. മേരാ ജവാബ് ഹോത്താ ഹേ കി മേരാ ക്ലിനിക്ക് ഷഹർ മേ നഹീം ഹേ, അപ്പോൾ എൻ്റെ ഉത്തരം എന്താണ്? എനിക്ക് പട്ടണത്തിൽ ക്ലിനിക്ക് ഇല്ല. യഹി ജംഗിൾ കെ ബീച്ച് യേ സബി മേരെ ക്ലിനിക്ക് ഹേ, ഈ കാടിനുള്ളിലുള്ള എല്ലാതും എൻ്റെ ക്ലിനിക്കാണ്. മുജെ ഇസി തരഹ ഡോക്ടർ ബനേ രഹ്നാ ഹേ, എനിക്ക് ഇതുപോലെയുള്ളൊരു ഡോക്ടർ ആവാനാണ് എനിക്കിഷ്ടം. യഹി കാം മുജെ അച്ഛാ ലഗ്താ ഹേ, ഈ ജോലി എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ഔർ ഇസി കാം കാ മുജെ റോസ് ഇന്തസർ രഹ്താ ഹേ, ഈ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നും കാത്തിരിക്കുന്നത്. ഇത്തരം ജോലികളാണ് ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറി. ഇത് വളരെ എളുപ്പമാണ്, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് രമണി അട്കുരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറുടെ ഒരു ദിവസത്തെ, ഒരു ചൊവ്വാഴ്ചത്തെ ഡയറി കുറിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.